ആദ്യം വിജയരാഘവൻ സാറ് പോയി കമ്മ്യൂണിസ്റ്റ് എന്താണെന്നും പഠിച്ചിട്ട് വന്നാണ് സംസാരിക്കേണ്ടത്. അപ്പോഴറിയാം തൊഴിലാളി വർഗത്തിന് വേണ്ടി അതൊരു മവോയും പിന്നെ ലെനിനെയും ഒക്കെ കുറിച്ച് പഠിച്ചിട്ടാണോ ഇവര് വരുന്നത്? ക്യാപിറ്റലിസം എന്ന ബുക്ക് എടുത്ത് നേരെ ചുവന്ന് വായിച്ചിട്ട് വരാൻ പറയണം വിജയരാഘവൻ സാറ്. ക്യാപിറ്റലിസം എന്ന പുസ്തകം നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് സംസാരിക്കണം. തൊഴിലാളി എന്താണെന്ന്, തൊഴിലാളി പ്രസ്ഥാനം എന്താണെന്ന്. ഇവരെവിടെ നിന്ന് വന്നതാ? ഇവര് ചന്ദ്രനിൽ നിന്ന് വന്നതാണോ അതോ ചൊവ്വയിൽ നിന്ന് വന്നവരാണോ? ഇവർക്ക് എന്താ ഇപ്പൊ തൊഴിലാളി സമരത്തോട് പുച്ഛം? ഇടതുപക്ഷ വിരുദ്ധവോ? അവരാണിപ്പോ ഇടത് മുന്നണിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അവരാണിപ്പോ ഫാസിസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അവർ തൊഴിലാളികളുടെ പാർട്ടിയല്ല, അവർ മുതലാളിമാരുടെ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരാദ്യം പോയി ലെനിനോട് മാപ്പ് പറയാൻ പറ, എന്നിട്ടൊന്ന് സംസാരിക്കാൻ പറ. ലെനിൻ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വരാൻ പറ, എന്നിട്ട് വേണം അവർ സംസാരിക്കാൻ. പോയി ആശാപ്രവർത്തക പറഞ്ഞെന്ന് പറ ലെനിൻ ആരാണെന്നും ക്യാപിറ്റലിസം എന്ന പുസ്തകം വായിച്ചിട്ട് വരാൻ പറ. ഒരു സ്ത്രീകള് ഒരു സമൂഹത്തില് സമരത്തിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല. അമ്മമാര്, വീട്ടമ്മമാര്, സാധാരണ സ്ത്രീകൾ അന്നുള്ള ആഹാരത്തിന് അധ്വാനിക്കുന്ന സാധാരണ വീട്ടമ്മമാര് ഒരു നേരം ആഹാരത്തിന് വേണ്ടി ഇന്ന് 40 ദിനമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം ഇരിക്കും തുടങ്ങിയെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഭരണം തകർച്ചയാണിതെന്ന്. ഇവരെവിടെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവര് പശ്ചിമ ബംഗാൾ മറന്നുപോയോ? ഇവര് ത്രിപുര മറന്നുപോയോ? ഇപ്പൊ ഇന്ത്യയില് കേരളത്തിൽ മാത്രമല്ലേ ഭരണമുള്ളൂ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്?